കുടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നതിന് മുമ്പ് ഓരോ ചായ കുടിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മോശം. സോ ഞങ്ങൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം ബോട്ട് ചുറ്റിയുടെ നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇവിടുത്തെ ചായയും കടിയൊക്കെ സൂപ്പറാണ്. പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 1/4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അവർ നമ്മളെ മൈൻഡേ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. ആരെ? സൂര്യനെ. സൺസെറ്റ് ഒക്കെ കണ്ടു. നിമിഷ നേരം കൊണ്ട് സൺസെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്നൊരു മഴക്കോൾ വന്നു. പെട്ടെന്ന് മഴ അവിടെ ഇവിടെ ഒക്കെ തൂളാനായിട്ട് തുടങ്ങി. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്ത് തുടങ്ങി. പക്ഷെ മഴ വന്ന് ഉച്ചയിൽ വീണതിന് ശേഷമാണ് ഞങ്ങൾ ആ ഇരുന്നിടത്ത് നിന്ന് എണീറ്റത്. അതുകൊണ്ട് എന്താ, നല്ല മുട്ട മഴ കിട്ടി. ആ നേരത്ത് ബോട്ട് ജെട്ടിയുടെ ഉള്ളിലേക്ക് കയറി നിന്ന് മഴയൊക്കെ തോർന്നതിന് ശേഷം ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണെന്ന്. ഈ ഒരു ഐഡിയ എൻ്റേതായിരുന്നു. ഇവിടുന്ന് നമുക്ക് സൗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ കയറി 6th പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ ഹോസ്റ്റലുള്ളത്. പിന്നെ എന്തിനാ വെറുതെ കാശ് ചെലവാക്കുന്നത്? അങ്ങനെ അവിടുന്ന് നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് നമ്മുടെ കർഫ്യൂ ടൈമിനൊക്കെ ഒരുപാട് മുന്നേ. തണുത്ത് മരവിച്ച് മഴയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് നല്ല ചൂട് കഞ്ഞിയും പുഴുക്കൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മൾ കുറേ നേരം പഠിച്ചിട്ടൊക്കെയാണ് ഇന്ന് കിടന്നിറങ്ങിയത്.